നമസ്കാരം ശ്രീലേ, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ പ്രശാന്ത്. ശ്രീലേ, നമ്മുടെ വി.ഡി. സതീശൻ സർക്കാർ വളരെ നയപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അതിൽ അങ്ങേയറ്റം അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ക്ഷേമ ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷനുകൾ നേരിട്ട് ആനുകൂല്യം കൈപ്പറ്റുന്നവരുടെ അടുക്കൽ, അവരുടെ കൈകളിലേക്ക്, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്ന തീരുമാനമാണ് വി.ഡി. സതീശൻ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ ഇത് സഹകരണ സൊസൈറ്റികൾ വഴി ആൾക്കാർ നേരിട്ട് കൊണ്ട് പെൻഷൻ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. ആ രീതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് വി.ഡി. സതീശൻ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ നേട്ടം? പിണറായി സർക്കാരിന്റെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് വിഭിന്നമായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ വി.ഡി. സതീശൻ സർക്കാരിനെ അഭിനന്ദിക്കണം എന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയരുകയാണ്. എന്താണ് ഇതിലൂടെ ഉണ്ടാകുന്ന നേട്ടം? സത്യത്തിൽ ഈ സഹകരണ ബാങ്കുകളിലൂടെ ഇങ്ങനെ പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് ഈ പെൻഷൻ കിട്ടുന്നവർക്ക് വലിയ ആശ്വാസമാണ് എന്ന തരത്തിലുള്ള പ്രചരണമാണ് നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് ശരിക്കും പിണറായി വിജയനും പിണറായി വിജയന്റെ കുട്ടി സഖാക്കന്മാർക്കും പിണറായി വിജയന്റെ CPM-കാർ നടത്തുന്ന ബാങ്കുകൾക്കുമാണെന്ന് നമുക്ക് ഏകദേശം ധാരണയുള്ളതാണ്. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് ഒരു പരിധി വരെ കിടപ്പ് രോഗികൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ബുദ്ധിമുട്ടില്ലാതെ മാനേജ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലായിടത്തും സീറോ ബാലൻസ് അക്കൗണ്ട് എങ്കിലും വേണം എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ആ തീരുമാനം ഉണ്ടായതിനു ശേഷം ഇത് സത്യത്തിൽ ചെയ്തത്, അല്ലെങ്കിൽ 2016 ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിണറായി വിജയന്റെ സർക്കാർ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ചെയ്തത് ഇതൊരു കൃത്യവിലോപം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാതൊരു കാര്യങ്ങളും അതിന്റെ ആലോചിക്കാതെ, അല്ലെങ്കിൽ ആലോചിച്ചാലും കുഴപ്പമില്ല എന്ന തരത്തിൽ കുട്ടി സഖാക്കന്മാർക്കും അതുപോലെ തന്നെ ബാങ്കുകൾക്കും ഒക്കെ ഗുണകരമാകുന്ന രീതിയിൽ ഇങ്ങനെ പെൻഷൻ വിതരണം ചെയ്യാൻ എന്തുകൊണ്ടാണ് സർക്കാർ ഒരു മാർഗം സ്വീകരിച്ചത് എന്നത് സംശയകരമായി തന്നെ തുടരുകയാണ്. ഇവിടെ നമുക്കറിയാം, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം കൂടി മാത്രമേ, അതായത് ഇപ്പോ നിലവിൽ നടക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം കൂടി മാത്രമേ ഇങ്ങനെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമുള്ളൂ. അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണ സംവിധാനത്തിൽ വലിയ പരിഷ്കാരം നടപ്പിലാക്കാനാണ് സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്. കിടപ്പ് രോഗികൾ ഒഴികെയുള്ള എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ബാങ്ക് വഴി, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത് ധനകാര്യ വകുപ്പ് 2026 ജൂലൈ 26 ഇത് സംബന്ധിച്ച് 27 സംബന്ധിച്ച ഉത്തരവിറക്കിയിട്ടുണ്ട്. അതായത് ഈ നിർദ്ദേശം വന്നതോടുകൂടി നിലവിൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, മറ്റു വായ്പാ സംഘങ്ങൾ എന്നിവ മുഖേന പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ടെത്തിക്കുന്ന രീതി അവസാനിപ്പിക്കും. പൂർണ്ണമായും കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾക്കും അത് ഒഴിവാക്കാൻ സാധിക്കാത്ത അടിയന്തര വിഭാഗങ്ങൾക്ക് മാത്രമായിരിക്കും ഇനി വീടുകളിൽ പെൻഷൻ കൊണ്ടുവരുന്ന ഇളവ് ലഭിക്കുക. മറ്റു മുഴുവൻ ഗുണഭോക്താക്കൾക്കും തങ്ങളുടെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ ഇനി പെൻഷൻ തുക കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിയമം. പെൻഷൻ തുക പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ വഴി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി തുടങ്ങിയത് 2016 എന്നാൽ പെൻഷൻ വിതരണത്തിന് ശേഷവും വിതരണം ചെയ്യാൻ കഴിയാതെ അവശേഷിക്കുന്ന തുക നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുന്നതിൽ കടുത്ത അനാസ്ഥ ഓരോ സംഘവും കാണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് സർക്കാരിന് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട്. മാസാമാസം പെൻഷൻ നൽകിയ ശേഷം കണക്കുകൾ രേഖപ്പെടുത്തുന്ന സേവന പോർട്ടൽ സൊസൈറ്റികൾക്കായി തുറന്നു നൽകുമെങ്കിലും പല സൊസൈറ്റികളും ഇത് യഥാസമയം അപ്ഡേറ്റ് ചെയ്യുകയോ എൻട്രി നടത്തുകയോ തിരിച്ചടവ് നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഒരു വലിയ അഴിമതി ഇതിന്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആധാർ അധിഷ്ഠിത പെൻഷൻ വിതരണം പൂർണ്ണമായും നടപ്പിലാക്കാത്തതിനാൽ, ആധാർ അധിഷ്ഠിതമായി പെൻഷൻ കൊടുക്കാത്തതിനാൽ, കാരണം കുറച്ച് ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ വരും, ആപ്ലിക്കേഷൻ പ്രകാരം ഫോർവേഡ് ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ആധാർ വെച്ചുകൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരുപക്ഷെ കൊടുക്കേണ്ടി വരും, ചിലർക്കൊന്നും കിട്ടാതെയും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഈ ഓരോ തവണയും പെൻഷൻ പറ്റുന്ന സഹകരണ സംഘങ്ങൾക്ക് നൽകുന്ന വൻ തുക അതൊരു ഇൻസെന്റീവായി സഹകരണ സംഘങ്ങൾക്ക് തുക നൽകുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സഹകരണ സംഘങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന ഒരു ബാങ്കിന്റെ, ഏത് ബാങ്കാന്ന് ഞാൻ പറയുന്നില്ല, ഒരു ബാങ്കിന്റെ അക്കൗണ്ടിന്റെ ഒരു രേഖയാണ്. ഈ രേഖയിൽ ബാങ്ക് അക്കൗണ്ട് രേഖ എന്ന് പറയുമ്പോൾ ഇതൊരു ഇതുമായി ബന്ധപ്പെട്ട് ഇൻസെന്റീവ് കിട്ടിയ രേഖയാണ്. ബാങ്ക് രേഖ എന്ന് പറയുമ്പോൾ ബാങ്ക് രേഖ നമ്മൾ പുറത്തുവിടാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇത് ഇൻസെന്റീവ് കിട്ടിയ ഒരു ബാങ്കിന്റെ രേഖകളാണ്. ഓരോ വർഷവും കൊടുത്ത 2019-2020 കാലഘട്ടത്തിൽ
ഓരോ കാലഘട്ടവും കൊടുത്ത, അതായത് 2020, 19, 20, 20, 21, 21, 22, 22, 23, 23, 24 വരെയുള്ള കാലഘട്ടത്തിൽ ഈ 1, 2, 3, 4, 5 5 വർഷത്തിനിടയിൽ ഈ സംഘത്തിന് മാത്രം കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് 1.5 കോടി രൂപയിലധികം തുകയാണ്. ഓ, അത് വലിയ തുകയാണല്ലോ. ഇൻസെന്റീവ് ഇനത്തിൽ മാത്രം കിട്ടിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ഗവൺമെന്റ് നൽകുന്ന ഇൻസെന്റീവ്, അതായത് ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ് ആണിത്. ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നതിന് ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ് 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 1.5 കോടി രൂപയിലധികം രൂപയാണ്. കേരളത്തിൽ എത്ര സഹകരണ സംഘങ്ങൾ വഴി ഇതുപോലെ സംഘങ്ങൾ വഴിയാണ് ഇത് വിതരണം ചെയ്യുന്നതെന്ന് കണക്കുകൂടി വന്നാൽ മാത്രമേ നമ്മളിത് ഈ പെൻഷൻ കൊടുക്കാനുള്ള തുകയിലെ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ സഹകരണ സംഘങ്ങൾക്ക് നൽകുകയാണ്. ഈ സഹകരണ സംഘം ഇത് കൊണ്ടുപോകുന്നതെല്ലാം കുട്ടി സഖാക്കന്മാരാണ് ഈ പെൻഷൻ കൊണ്ടുപോകുന്നത്. ഈ കുട്ടി സഖാക്കന്മാർ പെൻഷൻ കൊണ്ടുപോകുമ്പോൾ 2 കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന്, രാഷ്ട്രീയപരമായി അത് അവർക്ക് ഗുണം ചെയ്യും. CPM-ന്റെ അടുത്ത വീടുകളിലെ കുട്ടി സഖാക്കന്മാരൊക്കെ പൈസ കൊണ്ടു തരുന്നതുകൊണ്ട് ഈ പെൻഷൻ കൊടുക്കുന്നത് CPM-കാരാണെന്നൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയും. മറ്റൊന്ന്, ഇവർക്ക് ചെറിയ തുക, ഈ കൊടുക്കുന്നവർ ഈ കൊടുക്കുന്ന 2-3 മാസത്തെ ഒരുമിച്ചായിരിക്കുമല്ലോ. 10,000-3000 രൂപ കൊടുക്കുമ്പോൾ 10,200 രൂപ അവരും വാങ്ങിച്ചെടുക്കും. അപ്പൊ കുട്ടി സഖാക്കന്മാർക്ക് ഇങ്ങനെ 10 വീടുകളിൽ നിന്ന് 2,000 രൂപ വാങ്ങിച്ചാൽ 10 വീടുകളിൽ നിന്ന് 200 രൂപ വെച്ച് വാങ്ങിച്ചാൽ 2,000 രൂപയായി. വട്ടച്ചെലവ് നടക്കും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു ബാങ്കിന്റെ തന്നെ കണക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇത്രയും രൂപയാണ് എന്ന് വരുമ്പോൾ ഇതൊന്നും നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോ ഇത് ഇത്രയും തുക ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓരോ വർഷത്തെയും തുക വളരെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ആ കൃത്യമായ കണക്ക് വെച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു സഹകരണ സംഘത്തിന് ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ ഓരോ സഹകരണ സംഘത്തിനും, അതിന്റെ അനുസരിച്ച് എത്ര വലിയ സഹകരണ സംഘമാണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ അത് ചെറിയ സഹകരണ സംഘമാണെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അതനുസരിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഈ പണം മാത്രം, ഈ കൊടുക്കുന്ന പണം മാത്രം ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദി ഈ കാർഷിക ഇതുമായി ബന്ധപ്പെട്ട 2,000 രൂപ വെച്ച് കേരളത്തിലെ കർഷക കുടുംബം കൊടുക്കുന്നു. അത് എങ്ങനെയാണ്? ഒറ്റ ക്ലിക്കിലൂടെയാണ്. അതായത് ബാങ്കിൽ നിന്ന് പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ ഒറ്റ ക്ലിക്കിലൂടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം എത്തുകയാണ്. 5 പൈസ അവിടെ ഏതെങ്കിലും ബാങ്കിന് കൊടുക്കേണ്ടി വരികയോ ധനകാര്യ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ സർക്കാരിന് നഷ്ടമോ ഉണ്ടാകുന്നില്ല. ഇവിടെ സർക്കാരിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കോടികൾ ഏതൊക്കെ രീതിയിൽ കുട്ടി സഖാക്കന്മാർക്കും അതുപോലെ അല്ലാത്ത മൂത്ത സഖാക്കന്മാർക്കും ജീവിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ ആ മാർഗങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ചിലരൊക്കെ വലിയ അഭിപ്രായം പറയുന്നുണ്ട്. ഇത് ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഈ സതീശൻ ഇത് പെൻഷൻ നിർത്തലാക്കി എന്ന് പറയുമ്പോൾ ആ പെൻഷനെതിരെ ഇതിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരല്ല, അത് താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. ഈ ബാങ്കുകൾ വെറുതെ കൊണ്ട് കൊടുക്കുന്നതല്ല. ഖജനാവിൽ വരുന്ന, നിങ്ങൾക്ക് പെൻഷൻ തരാൻ വരുന്ന തുക, പെൻഷന് വേണ്ടി നിങ്ങൾക്ക് നൽകേണ്ട തുക, കുറെ പേർക്ക് കൂടി പെൻഷൻ കൊടുക്കാനും ഒരുപക്ഷെ പെൻഷൻ കൂട്ടിക്കൊടുക്കാനോ പോലുമുള്ള തുക, ആ തുകയാണ് ഈ ബാങ്കുകൾക്കും കുട്ടി സഖാക്കന്മാർക്കുമായി വിതരണം ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും ഇത് വലിയൊരു അഴിമതിയാണ് നടന്നുകൊണ്ടിരുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമെന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്, വീട്ടിൽ കൊണ്ടൊക്കെ എത്തിക്കുമ്പോൾ ഉപകാരപ്രദമാണെന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയാൽ ഇപ്പൊ അക്കൗണ്ടും GPayയും ഈ ഗൂഗിൾ പേ ഇല്ലാത്ത ആൾക്കാരെ എവിടെയെങ്കിലും ഇപ്പൊ കാണാറുണ്ടോ? വളരെ ചെറിയ ശതമാനം, 1%, മാക്സിമം 2%-ലധികം കേരളത്തിലും ഇല്ല. ആദ്യകാലത്ത് നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞവരാണ്. ഇപ്പൊ എല്ലാവരും ഓൺലൈൻ, എവിടെ ചെന്നാലും GPay മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പണം അക്കൗണ്ടിൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. തീരെ കിടപ്പ് രോഗികളാണെങ്കിൽ പോലും ആലോചിച്ച് നോക്കൂ, അവർക്ക് വീട്ടിൽ അവരെ ആരെങ്കിലും നോക്കാനുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ATM കാർഡ് വെച്ച് പിന്നെ പണം സഹായിക്കാനുണ്ടാവും. അപ്പൊ അല്ല പോട്ടെ, ഇനി ഏറ്റവും തീരെ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. അതിനുവേണ്ടി ഒരു നിശ്ചിത തുക മാറ്റിവെച്ചാലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ലായിരുന്നു ഇത്. എല്ലാവർക്കും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, പ്രായമായവർക്കെല്ലാം ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ ഖജനാവിൽ നടിച്ചു മാറ്റി സഹകരണ സംഘങ്ങൾക്കും ഒക്കെ നൽകുകയായിരുന്നു. അതുപോലെ കുട്ടി സഖാക്കന്മാർക്ക് നൽകുകയായിരുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ ശരിയാണ്. ഇടയ്ക്കൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊന്നുമല്ല, ഈ CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ, ആ CPM-ന്റേതായ ഭരണസമിതികൾ ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ, അതുവഴിയാണ് ഈ പെൻഷനുകൾ വിതരണം ചെയ്തിരുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ രേഖ അത്തരം ഒരു സഹകരണ സംഘത്തിന്റെയാണ്. ഏത് സഹകരണ സംഘമാണെന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല. അത്തരം ഒരു സഹകരണ സംഘത്തിന്റെ രേഖയാണ് കയ്യിലിരിക്കുന്നത്. ഇതിലാണ് ഒരു 5 വർഷം കൊണ്ട് ഇവർക്ക് തന്നെ
1 കോടി രൂപയിലധികം ലഭ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും ഇത് ഏതാണ്ട് വലിയ തുക എല്ലാ കാലഘട്ടത്തിലും വലിയ തുകയാണ് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഓരോ അത്രയും ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ഈ സഹകരണ സംഘം വഴി അത്രയും ട്രാൻസാക്ഷൻ നടക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് കാണിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പൊ അതിനെ ലയിപ്പിച്ചാണല്ലോ കേരള ബാങ്ക് ഉണ്ടാക്കിയത്. അവിടെ നിന്ന് കൂടുതൽ ലോൺ എടുക്കാൻ, കൂടുതൽ ആനുകൂല്യങ്ങൾ ആ ബാങ്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് അത്രയും വലിയ ഹ്യൂജ് ബിസിനസ് വോളിയം കൂട്ടിക്കാണിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പല ഗിമ്മിക്കുകളുമുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പുമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സഹകരണ ബാങ്കുകളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ നല്ലൊരു കാര്യമാണ് സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം നിർത്തലാക്കിക്കൊണ്ട് ഏകീകൃത സംവിധാനത്തിലൂടെ എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രീതിയിലേക്ക്, അത് അക്കൗണ്ടിലൂടെ കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നത്, അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതാണ്. ഏതായാലും അത്തരമൊരു തീരുമാനമെടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ രാഷ്ട്രീയപരമായി നമ്മൾ യോജിക്കുന്നില്ല എങ്കിൽ പോലും, രാഷ്ട്രീയപരമായി ചില വിയോജിപ്പുകൾ എപ്പോഴും പല സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഒക്കെ നിലനിർത്തുമ്പോഴും ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ വി.ഡി. സതീശൻ ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അതിന് എല്ലാ തരത്തിലുള്ള സഹായവും, അങ്ങനെ അത്തരം ഒരു കാര്യത്തിന് ഏതെങ്കിലും തരത്തിൽ അല്ല, അതിന് പിന്തുണ കൊടുക്കേണ്ടത് മാധ്യമ ലോകത്തിന്റെ ധർമ്മമാണ്. തീർച്ചയായും ഒരു നല്ല കാര്യമാണ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വലിയ ചുവടുവയ്പ്, കോടികളുടെ നഷ്ടം ഖജനാവിനുണ്ടാകുന്ന ഒരു വലിയ ആ നഷ്ടം ഇല്ലാതാക്കാനുള്ള വി.ഡി. സതീശൻ സർക്കാരിന്റെ ആ ഒരു നീക്കത്തെ അംഗീകരിച്ചേ കഴിയൂ. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതെ, അതായത് ഖജനാവിനുണ്ടാകുന്ന ഒരു വലിയ ചോർച്ച ഇതിലൂടെ അടയ്ക്കപ്പെടുകയാണ്. മാത്രമല്ല ആ പണം, ഈ സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവായി നൽകുന്ന പണം കൂടുതൽ ആൾക്കാരിലേക്ക് ക്ഷേമ പെൻഷനായിട്ട്, ക്ഷേമ പെൻഷന്റെ തുകയൊക്കെ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് നമ്മൾ കേട്ടു. ചില കാര്യങ്ങളൊക്കെ അതിനെ സംബന്ധിച്ച് അത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതെ, ഈ തുക അതിനുവേണ്ടി ഉപയോഗിക്കട്ടെ. അത്രയും തന്നെ തുക, ഏകദേശം വിതരണം ചെയ്യുന്ന തുകയുടെ അത്രയും തന്നെ തുക ഏതാണ്ട് ഈ സഹകരണ ബാങ്കുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുക കൂടി ഉണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയും. വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. അല്ല, ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. കേരളത്തിന്റെ കടം എങ്ങനെയാണ് ഒറ്റയടിക്ക് 5 ലക്ഷം കോടിയിൽ എത്തിയത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിൽ ഖജനാവ് ചോർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ കേരളത്തെ ഇങ്ങനൊരു വലിയ കടക്കെണിയിൽ എത്തിച്ചതിന്റെ ഒരു തെളിവ് കൂടി ഇപ്പോൾ ഇതിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും വി.ഡി. സതീശൻ സർക്കാരിന് അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം.